ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീഡിയോയിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളിത് ഈ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നെന്ന് നമുക്കറിയാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ പോവാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ ഇന്നൊരു വീഡിയോ എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. സോ നമുക്കതെന്താണെന്ന് കാണാം. പരിപാടി എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല ഗൈസ്, നമ്മൾ വിചാരിച്ചു മാമ്പഴക്കാലമല്ല, അപ്പം നമുക്ക് മാങ്ങയൊക്കെ പറിച്ചിട്ട് നൈസായിട്ട് ഇച്ചിരി ഉപ്പും മുളകും ഒക്കെ ഇച്ചിരി പെരട്ടി ഇങ്ങോട്ട് ഒരു പിടുത്തം പിടിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളത് പറിക്കാനായിട്ട് പോവാണ്. ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ലോണം മാങ്ങയൊക്കെ ഉണ്ട്. നമ്മൾ മടൽ എടുത്ത് പണ്ട് ഇതുപോലെ സ്കൂൾ വെക്കേഷൻ സമയത്ത് ഇത് തന്നെയാണ് പരിപാടി. അമ്മ വീട്ടിൽ പോവുക, മാങ്ങയൊക്കെ കസിൻസൊക്കെ ആയിട്ട് പറിക്കുന്നു. അതുപോലെ ചാമ്പയ്ക്ക പറിച്ചിട്ട് ഉപ്പും മുളകും ഇച്ചിരി എണ്ണയൊക്കെ വിട്ടൊരു പിടുത്തം പിടിക്കും. എനിക്കിപ്പോൾ പെട്ടെന്ന് നമ്മളിതുപോലെ എല്ലാവരുമായിട്ട് കൂടി മാങ്ങയൊക്കെ പറിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു പഴയ കാലത്തിലോട്ട് പോയ പോലെയാണ് കൈസ് ഓർമ്മ വരുന്നത്. ആ ഒരു ടൈമൊന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചു വരത്തില്ല നമുക്കപ്പോൾ. ഇതുപോലെ പിന്നെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഞാനും മാങ്ങ പറിക്കാനൊക്കെ ആയിട്ട് പോയി നിൽക്കുകയാണ് ഗൈസ്. എത്ര അടിച്ചിട്ടും വീഴുന്നില്ല. എൻ്റെ മാക്സിമം എനർജി എടുത്ത് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. പിന്നെ മനസ്സിലായത് അത് തിരിച്ച് പിടിച്ച് അതിനൊരു അടി കൊടുത്താൽ അത് വീഴത്തുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് പിടിച്ച് നല്ലോണം ഒരു അടിയും കൊടുത്ത് മാങ്ങ വീഴുകയും ചെയ്തു. അങ്ങനെ മാങ്ങ കിട്ടിയ സന്തോഷത്തിലാണ് ഗൈസ് ഞാൻ. അങ്ങനെ മാങ്ങയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അതിന് ഇച്ചിരി ഉപ്പും മുളകൊക്കെ ഇട്ടൊന്ന് കുട്ടപ്പനാക്കി എടുക്കണ്ട. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് നമ്മൾ അതിനെ പീസ് ആക്കി ഇട്ടിട്ട് അടിച്ച് അങ്ങനെ അന്ന് സെറ്റപ്പാക്കി എടുക്കാന്ന് കരുതി. കോട്ടൺ തുണിയെല്ലാം നമ്മൾ എടുത്ത് എന്നിട്ട് നമ്മൾ അതിനിപ്പോൾ റെഡിയാക്കി എടുക്കും ഗൈസ്. എനിക്കും വൈശുവിനും ആണെന്നുണ്ടെങ്കിൽ മാങ്ങ കൈ കിട്ടിയപ്പോൾ തൊട്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റപ്പാക്കി എടുത്തൊന്ന് കഴിക്കാഞ്ഞിട്ട് വയ്യ. കാരണം നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതരം എക്സൈറ്റ്മെൻറ്റ് അത് കഴിക്കാറുള്ള. അല്ലെങ്കിൽ വീട്ടിൽ എത്ര നിന്നാലും നമുക്ക് കഴിക്കാൻ അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവത്തില്ല. പക്ഷേ ഇതിപ്പോൾ എല്ലാവരുടെ കൂടി വരുമ്പോഴത്തേന് ഭയങ്കര സാധാരണ ബാലയാണെന്നുണ്ടെങ്കിൽ എടുത്തങ്ങ് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിലൊരു പീസ് തന്നെ എടുത്തങ്ങ് കഴിച്ച് അത് പെരട്ടുന്നതിന് മുന്നേ തന്നെ. ഇത് വളരെ പ്രയാസമുള്ള പണിയാണ്. അങ്ങനെ മാങ്ങയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതിനെ അങ്ങോട്ട് കുട്ടപ്പനാക്കുകയാണ് ഗൈസ്. കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് വയ്യ ഗൈസ്, എങ്ങനെയെങ്കിലും അതൊന്ന് കഴിക്കണം. അങ്ങനെ നമ്മൾ ഒരുവിധം ഉപ്പും മുളകൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി. ഇനി നമ്മൾ ആ കോട്ടൺ തുണി എടുത്തിട്ട് അതിങ്ങനെ ഇങ്ങനെ പൂട്ടിക്കെട്ടി നമ്മൾ അടിക്കാനായിട്ട് പോവാണ് ഗൈസ്. come on. ആരോടേലും വൈരാഗ്യ ദേഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ തെറ്റാൻ ഗൈസ്. അങ്ങനെ നമ്മൾ അത് തുറന്നപ്പോഴത്തേക്ക് ഉപ്പും മുളകും എല്ലാം മാങ്ങയിൽ നല്ലോണം പിടിച്ച് ആ മാങ്ങ പഴുത്തത് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മാങ്ങ പഴുത്തിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിലേക്ക് ഉപ്പും മുളകും കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അത് സെറ്റാക്കി എടുത്ത് അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യ. വൈശുവിന് ഒട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യ. അതെടുത്ത് അവൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും, ഒരു ഷോർട്ടോടെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ. പറ്റത്തില്ല, അവന് മുന്നേ എടുത്ത് കഴിച്ച്. അതുപോലെ ബാലു ആണെന്നുണ്ടെങ്കിൽ വെയിറ്റിങ്. അങ്ങനെ അവളും എടുത്ത് കഴിച്ച്. അവൾക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും ട്രൈ ചെയ്ത്. ഞങ്ങൾ നോർമലി ഇങ്ങനെ അടിച്ചങ്ങനെ കഴിച്ചിട്ടില്ല. അത് നമ്മൾ അരിഞ്ഞ് ഉപ്പും മുളകും എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് കഴിച്ചുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ അടിച്ച് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ്. ഈ റീൽസിലൊക്കെ ഞാൻ കൂടുതൽ ഇത് കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി നമ്മളിത് ട്രൈ ചെയ്ത്. എന്തായാലും ഗൈസ് അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങളാരും എന്താ മാങ്ങ ഇങ്ങനെ ഉപ്പ് മുളക് ഇട്ട് കഴിക്കാനായിട്ടാണ്. അതുകൊണ്ടല്ല ഗൈസ്, ഞങ്ങളിതിപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മാങ്ങയിൽ ഇങ്ങനെ ഉപ്പും മുളക് ഇട്ട് എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരുടെ കൂടി ഇതുപോലെ മാങ്ങയൊക്കെ ഒന്ന് വരച്ച് അതിൽ ഇച്ചിരി ഉപ്പും മുളകൊക്കെ ഇട്ട് കസിൻസൊക്കെ ആയിട്ടൊന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പണ്ട് നമ്മൾ വെക്കേഷൻ സമയത്ത് ചെയ്തിരിക്കുന്ന കാര്യമായിട്ട് നമുക്കൊന്ന് സിങ്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം.
അങ്ങനെ കഴിച്ച് നമ്മൾ ഒരുവിധം മാങ്ങയൊക്കെ ഒരു ഫിനിഷിങ് സ്റ്റേജിലോട്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരുവിധം ഓക്കെ ആയി, സെറ്റായി. അപ്പോൾ പൂച്ചയൊക്കെ വന്നു, നമ്മൾ പൂച്ചയൊക്കെ ഒന്ന് കളിപ്പിച്ച് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഡബിൾ ഓളിക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ഡബിൾ ഓളിക്ക് വെച്ചോണോ വേണ്ട, എല്ലാം കൂടെ മിക്സപ്പ് ആക്കണ്ടെന്ന് കരുതി അത് നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വാചകമൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ വെച്ചിട്ട് ചക്ക വേവിച്ചൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചാൽ അതുകൂടെ ഒന്ന് കഴിച്ചിട്ട് നമ്മളുടെ വീഡിയോ അങ്ങോട്ട് എൻഡ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ചക്ക വേവിച്ചത് കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല അടിപൊളി ചക്ക വേവിച്ചതും അതിൻ്റെ കൂടെ മാമ്പഴ പുളിശ്ശേരിയും അതിൻ്റെ കൂടെ ഒരു മീൻകറിയും ഒക്കെ പിടിച്ചൊരു പിടുത്തം നമ്മൾ അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ ഞാനും വൈശു കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ കണ്ടത്. അപ്പം നമുക്ക് കുറേ കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോ കഥകളൊക്കെ ഇങ്ങനെ ചുമ്മാ അതും ഇതുമൊക്കെ പറഞ്ഞിരുന്ന് ഫോണിൽ കൂടെ ഫുള്ള് സംസാരമായിരിക്കും. എന്നാലും നേരിട്ടാണെങ്കിൽ നമുക്ക് കുറേ ഉണ്ടായിരിക്കുമല്ലോ പറയാൻ. അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ട് അങ്ങനെ വാചകം അടിച്ചിരുന്നിരുന്ന സന്ധ്യ ഏതായിരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ വാചകോടി നിർത്താമെന്ന് വിചാരിച്ചു ഗൈസ്. അതുകൊണ്ട് കൂടെ വീഡിയോ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്, ലൈക്ക്, ഷെയറിങ് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റിലൂടെ നമ്മളുടെ അടുത്ത് പറയും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. ബൈ ഗൈസ്.